ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇത് കണക്ക് തൊലിയൊക്കെ കറുത്ത പഴമുണ്ടല്ലോ, ഇതൊക്കെ വെച്ച് നമുക്ക് ഇനി അടിപൊളി ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം. ഇതിന് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളി ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണക്ക് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബട്ടറാണ്. നമുക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ പഴം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കൊന്നൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് അവിടെ വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതിനൊക്കെ പരത്തി കൊടുക്കാം. കാരണം ഇതിനകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്കത് മടക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളൊന്ന് പരത്തി കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മളെടുത്ത ബ്രെഡെല്ലാം നമ്മൾ ഇതിനൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു മുട്ടയെ പൊട്ടിച്ചൊഴിച്ച് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴും നമുക്ക് രാവിലെയൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്സാണിത്. അപ്പം നമുക്ക് അവിടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പം നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് നമ്മളിതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ നേരത്തെ തയ്യാറാക്കിയ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് ഇത് കണക്കൊന്ന് ഇതുപോലെ നമുക്ക് 2 സൈഡായിട്ട് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കിയെടുക്കണം. മടക്കിയെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ബ്രെഡിലും അത് കണക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്കിത് കണക്ക് റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ആ നേരത്തെ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് നമുക്ക് ഇതേപോലെ നമുക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കാം. കോട്ട് ചെയ്ത് നമ്മൾക്ക് ആ എടുത്ത് വെച്ച എല്ലാം ഇതിനകത്ത് നമുക്ക് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്തൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ ബ്രെഡ് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ പാല് വെച്ച് കോട്ട് ചെയ്തില്ലേ, പാലിൻ്റെയും മുട്ടയുടെ മിക്സ് വെച്ച് കോട്ട് ചെയ്ത് ആ ഭാഗം വേണം നമ്മൾ ഈ ബട്ടറിൽ തട്ടിച്ച് നമ്മൾ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മളിത് കണക്ക് തന്നെ ആ മേളിൽ ഭാഗത്ത് നമ്മൾ ആ ബട്ടറിൻ്റെയും പാലിൻ്റെയും മിക്സ് നമ്മൾ വീണ്ടും കണക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം. കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ തീ കുറച്ച് വെച്ചാൽ വേവിച്ചാൽ മതി. കരിച്ച ബ്രെഡാണ്, പെട്ടെന്ന് കരിഞ്ഞാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് തോന്നെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്കതായത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തോന്നെ അങ്ങ് കരിയേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതേ കണക്ക് തന്നെ 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് ഇവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എല്ലാവർക്കും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡും പഴവും വെച്ച് ചെയ്ത് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.